ഹലോ, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനങ്ങൾ ഇടിച്ചു കയറുന്ന പ്ലാനുമായി BSNL. ഇന്ത്യൻ ടെലികോം വിപണിയിൽ ഇപ്പോൾ ജിയോയുടെയും എയർടെലിന്റെയും ഒക്കെ ആധിപത്യമാണ്. നിലവിൽ അതിനെ വെല്ലുവിളിക്കാൻ വോഡാഫോൺ ഐഡിയ എന്ന VIക്കും BSNനും കഴിയില്ല. എന്നാൽ ഈ അവസ്ഥ അധികം വൈകാതെ മാറുകയും ജിയോയ്ക്കും എയർടെലിനും മൊത്ത എതിരാളിയായി പൊതുമേഖല ഉടമസ്ഥതയിലുള്ള ഏക ടെലികോം കമ്പനിയായ BSNL വളരുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം പുത്തൻ ടെക്നോളജികൾ ആദ്യം അവതരിപ്പിക്കാൻ മുന്നേറ്റുകൊടുക്കുന്ന ജിയോയെ പോലും ഞെട്ടിച്ചുകൊണ്ട് സർവത്ര എന്ന പുത്തൻ ടെക്നോളജി BSNL പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പരീക്ഷണം പൂർത്തിയായി. BSNL സർവത്ര ടെക്നോളജി പ്രാബല്യത്തിൽ വന്നാൽ അത് ജിയോയ്ക്കും മറ്റു ടെലികോം കമ്പനികൾക്കും വൻ ഭീഷണിയായി മാറും. ഒരു ഉപഭോക്താവിന് തന്റെ വീട്ടിലോ ഓഫീസിലോ BSNLന്റെ ഫൈബർ ടു ദി ഹോം അഥവാ FTTH സേവനമായ ഭാരത് ഫൈബറിന്റെ കണക്ഷൻ ഉണ്ടെങ്കിൽ ആ കണക്ഷൻ ഉപയോഗിച്ച് അയാൾ പോകുന്നിടങ്ങളിലെല്ലാം ഇന്റർനെറ്റ് ലഭ്യമാകുമെന്ന വിപ്ലവകരമായ പദ്ധതിയാണ് BSNLന്റെ പുതിയ സർവത്ര ടെക്നോളജി. ഉപഭോക്താവ് അവരുടെ വീട് അല്ലെങ്കിൽ ഓഫീസ് നിന്ന് പുറത്തു കടക്കുകയാണെങ്കിൽ BSNLന്റെ FTTH സേവനം ലഭ്യമായ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് അതിവേഗ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ കഴിയും എന്നതാണ് സർവത്ര ടെക്നോളജിയുടെ നേട്ടം. ഈ ടെക്നോളജിയുടെ സേവനം ലഭ്യമാകുന്നതോടെ മൊബൈൽ ഡാറ്റയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ കഴിയും. ജിയോ, എയർടെൽ പോലുള്ള കമ്പനികളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം തന്നെ മൊബൈലിൽ ഹൈസ്പീഡ് ഇന്റർനെറ്റ് ലഭ്യമാകും എന്നതാണ്. എന്നാൽ BSNL സർവത്ര ടെക്നോളജി സേവനം ലഭ്യമായി തുടങ്ങിയാൽ ജിയോയുടെയും എയർടെലിന്റെയും ഒക്കെ നില പരിങ്ങില്ലാകും. BSNLന്റെ ബ്രോഡ്ബാൻഡ് കണക്ഷനുകളിൽ വൻ കുതിച്ചാട്ടവും ഉണ്ടാകും. ഇത്തരമൊരു ടെക്നോളജി നിലവിൽ ഒരു കമ്പനിയും നൽകുന്നില്ല. അതിനാലാണ് ടെലികോം രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന നീക്കമാണ് BSNL നടത്താൻ പോകുന്നത്. എന്നാൽ ഇന്ത്യയിലുടനീളം BSNLന് വിപുലമായ FTTH ശൃംഖലയുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയാണ് പുതിയ സർവത്ര ടെക്നോളജി പ്രവർത്തിക്കുന്നത്. സർവത്ര എന്ന പേരിൽ തന്നെ ഈ ടെക്നോളജിയുടെ ആഴം വ്യക്തമാണ്. നിലവിലുള്ള FTTH നെറ്റ്വർക്ക് ഉപയോഗിച്ചാണ് വിവിധ ലൊക്കേഷനുകളിലുടനീളമുള്ള ഉപയോക്താക്കൾക്ക് BSNL സർവത്ര ടെക്നോളജി വഴി അതിവേഗ ഇന്റർനെറ്റ് ആക്സസ് നൽകുക. BSNL സർവത്ര പ്രോജക്ട് നടപ്പിലാക്കുമ്പോൾ ഏറ്റവും ആഹ്ലാദിക്കാൻ കഴിയുക കേരളത്തിലെ വൈക്കാർക്കാണ്. പ്രത്യേകതയുമുണ്ട്. കാരണം മാതൃഭൂമിയുടെ റിപ്പോർട്ട് പറയുന്നത് ഈ ടെക്നോളജിയുടെ പരീക്ഷണങ്ങൾ BSNL നടത്തിയത് കേരളത്തിലായിരുന്നു എന്നാണ്. ഇപ്പോൾ പരീക്ഷണങ്ങൾ പൂർത്തിയായെന്നും റിപ്പോർട്ട് പറയുന്നു. അതിനാൽ പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ കേരളത്തിലെ ഉപയോക്താക്കൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കും. ഗ്രാമപ്രദേശങ്ങളിലെ ഉപയോക്താക്കൾക്കും അതിവേഗ ഇന്റർനെറ്റ് ആക്സസ് ലഭ്യമാക്കാൻ BSNL സർവത്ര ടെക്നോളജി സഹായിക്കും. ഈ സ്കീം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഉപയോക്താക്കൾ അതിനായി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ സൗകര്യം ലഭ്യമാകുക എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. രജിസ്ട്രേഷൻ ഉടൻ ആരംഭിക്കുമെന്ന് വിവരം. BSNL സർവത്ര പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്നതിന് പിന്നാലെ രജിസ്ട്രേഷൻ ആരംഭിക്കും. പ്രോജക്ട് നടപ്പിലാക്കുന്നതോടെ ഡാറ്റയ്ക്കായി വലിയ തുക ചെലവഴിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കും. റീചാർജ് പ്ലാനുകളുടെ നിരക്ക് വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകം ഡാറ്റയാണ്. ഡാറ്റ കൂടുന്നതനുസരിച്ച് പ്ലാൻ തുക കൂടും. എന്നാൽ ഈ പുതിയ ടെക്നോളജി നിലവിൽ വന്നാൽ റീചാർജ് പ്ലാൻ അടക്കമുള്ള വിപ്ലവകരമായ മാറ്റം ഉണ്ടാകും. ഒരു വെർച്വൽ ടവർ പോലെ പ്രവർത്തിക്കുന്ന സർവത്ര പോർട്ടൽ ഉപയോക്താവിനെ എപ്പോഴും കണക്ടിവിറ്റി ഉറപ്പാക്കും. മൊബൈൽ ടെലികോം വിപണിയിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് വിപണിയിലും ഒരേപോലെ ആധിപത്യം നേടാൻ സർവത്ര ടെക്നോളജി BSNLനെ സഹായിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. BSNL ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റോബർട്ട് ജെ രവിയാണ് ഈ പദ്ധതി മുന്നോട്ട് വെച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം തോന്നിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുകയും വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.